നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തെ ഒരു പ്രമുഖ ആത്മീയ പ്രസ്ഥാനത്തെ പറ്റിയാണ്. അത് രക്ഷാസൈന്യം എന്ന ആത്മീയ പ്രസ്ഥാനത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധ ഉണർവ് പ്രസംഗകനായ വില്യം ബൂത്ത് രൂപകൽപ്പന ചെയ്തതാണ് രക്ഷാസൈന്യം എന്ന സംഘടന. ഇദ്ദേഹം സമൂഹത്തിലെ അവശരും അവഗണിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ സാമൂഹികവും ആത്മീയവുമായ ഉന്നമനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരെ ആകർഷിക്കാൻ പര്യാപ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പദയാത്രകളും കൺവെൻഷനുകളും കൊടികളും ബാൻഡുമേളങ്ങളും പ്രവർത്തനങ്ങൾക്ക് നിറപ്പകിട്ടേകി. രക്ഷിക്കുന്നതിനായി രക്ഷിക്കപ്പെട്ടു, സേവ്ഡ് ടു സേവ് എന്നതാണ് രക്ഷാസൈന്യത്തിൻ്റെ മുദ്രാവാക്യം. പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും വിമോചിതരായവർ മറ്റുള്ളവരെ അവരുടെ പാപബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ പോരാടുന്ന പടയാളികളാണ് എന്ന് ഇവർ കരുതുന്നു. അതിനാൽ ഇതിൻ്റെ അംഗങ്ങൾ പട്ടാള ചിട്ടയും പ്രവർത്തന ശൈലിയും തിരഞ്ഞെടുത്തു. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട്. കുർബാന, മാമോദിസ എന്നീ കൂദാശകളും പൗരോഹിത്യ ക്രമവും ഇവർക്കില്ല. അപ്പോസ്തോലിക കൈവപ്പോ പാരമ്പര്യമോ ഇവർ അവകാശപ്പെടുന്നില്ല. ഇവരുടെ ഔദ്യോഗിക സ്ഥാനികൾക്ക് പട്ടാള റാങ്കുകളാണ് നൽകപ്പെടുന്നത്. ക്യാപ്റ്റൻ, മേജർ, കേണൽ, ജനറൽ എന്നിങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ. ആരാധനകളിൽ യാതൊരു വിശ്വാസ പ്രമാണവും ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരു പ്രതിജ്ഞാപത്രം ഓരോ അംഗവും സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. 1882 രക്ഷാസൈന്യ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചു. കുറ്റവാളികളുടെ പുനരധിവാസം, ആതുര സേവനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഗണനീയമായ സംഭാവനകൾ രക്ഷാസൈന്യത്തിൻ്റെ പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. അധംസ്ഥിതരും പിന്നോക്ക ജാതിക്കാരുമായവരുടെ ഇടയിലുള്ള ഇവരുടെ സേവനം എടുത്തു പറയത്തക്കതാണ്. രക്ഷാസൈന്യത്തിൻ്റെ അന്താരാഷ്ട്ര ആസ്ഥാനം ലണ്ടനിലാണ്. ഇത് രക്ഷാസൈന്യമെന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.